സർ, റഷ്യയുടെ നാവിക ഉപമേധാവി മേജർ ജനറൽ മിഖായൽ ഗുഡ്കോ കൊല്ലപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയുടെ ഇത്രയും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ലേ? 10 ജനറൽമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ ഇതുവരെ. യുദ്ധമുഖത്തും അല്ലാതെ ഒരു കിറില്ലോവിനെ കാർ ഒക്കെ കാർ ബോംബ് സ്ഫോടനം. അപ്പോ ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സെറ്റ് ബാക്ക് ആണ്, വലിയ പരാജയമാണ്. അതായത് നേരത്തെ മറ്റേ ഡ്രോൺ ആക്രമണം നടന്നില്ലേ യുക്രൈൻ, അത് വലിയ ലോകമാകെ ശ്രദ്ധിച്ചല്ലോ. ഡ്രോണുകൾ റഷ്യയുടെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ട് അത് ട്രക്കുകള് താവളങ്ങൾക്ക് പുറത്ത് കാവല് കിടന്ന് പിന്നെ സ്ഫോടനം, ആ ഡ്രോണുകൾ അതിൽ നിന്ന് അല്ലേ ലോകത്തെ ഞെട്ടിച്ചൊരു പൊങ്ങി വല്ലാത്ത പരിപാടിയായിപ്പോയി. അപ്പൊ അതിന് ശേഷം ഉണ്ടാവുന്ന വലിയ നാണക്കേടാണിത് റഷ്യക്ക്. കാരണം വളരെ അറിയപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധനാണ്. ഈ യുക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യകാലത്ത് അവിടെ ഈ ബുച്ച് അല്ലേ ബുച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട്ടക്കൊല നടത്തിയ ആദ്യ ദിനങ്ങളിൽ കൂട്ടക്കൊല നടത്തിയ ആളാണ്. പിന്നീട് ആണ് യുക്രൈൻകാർ അവിടെ മാസ് ഗ്രേവുകൾ അല്ലേ ഈ ശ്മശാനത്തിലെ കൂട്ടമായിട്ട് സംസ്കരിച്ചതൊക്കെ കണ്ടത്, കുഴികളും ഒക്കെ കണ്ടത്. അപ്പൊ ഇയാള് മേജർ ജനറൽ മിഖായിൽ ഗുഡ്കോ വലിയ യുദ്ധ കുറ്റവാളിയായിട്ട് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ കൂട്ടക്കൊലയൊക്കെ നടത്തിയിട്ട് ഇയാൾ ഒരു കാലത്ത് വലിയ പേരൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, പുട്ടിന് വേണ്ടപ്പെട്ട ആളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കൂട്ടക്കൊലയും പിന്നെ തുടർച്ചയായി തോൽവികളുണ്ടായി ഇയാൾക്ക്. കാരണം ഇയാൾ കമാൻഡ് ചെയ്തിരുന്നത് റഷ്യയുടെ യൂണിറ്റ് 155 നേവൽ ഇൻഫൻട്രി ബ്രിഗേഡ് ആണ്. നേവൽ ഇൻഫൻട്രി ബ്രിഗേഡ് 155 അതിൻ്റെ കമാൻഡറായിരുന്നു ഇയാൾ. ആ സമയത്താണ് ഈ കൂട്ടക്കൊലയും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ നേവിയുടെ ഉപമേധാവിയാണ്. ആ കൂട്ടക്കൊല നടത്തിയപ്പോൾ ഇയാൾക്ക് 2021 ഹീറോ ഓഫ് ദി റഷ്യൻ ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പദവിയൊക്കെ കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് പ്രൊമോഷനൊക്കെ കൊടുത്തത്, ഈ ഉപമേധാവിയാക്കുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ റഷ്യയുടെ നാവികസേനയുടെ തന്നെ ഉപമേധാവിയാണ് കൊല്ലപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണെന്ന്. അതെ, സാധാരണഗതിയിൽ ഈ ഉപമേധാവി ഏറ്റവും മുന്നണി പോരാളിയായിട്ട് ഉണ്ടാകണം എന്നൊന്നും ഉള്ളതല്ല. പക്ഷെ ഇയാൾ കൊല്ലപ്പെടുന്നു. കാരണം താവളത്തില് കൊല്ലപ്പെടുകയാണ്. 42 വയസ്സേ ഉള്ളൂ ഉപമേധാവി ആണെങ്കിലും. സാധാരണ 50 വയസ്സിലൊക്കെ ആകുന്നതല്ലേ. 2022 ഫെബ്രുവരി മുതല് ഇങ്ങനെ പല ആളുകളും കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ സീനിയർ മോസ്റ്റ് ജനറൽ, ഏറ്റവും മുതിർന്ന ജനറൽമാരിൽ ഒരാളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ആള്. ഏറ്റവും മുതിർന്ന എന്ന് തന്നെ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? പ്രിസിഷൻ സ്ട്രൈക്ക് ആയിരുന്നോ, കൃത്യമായി കൊണ്ടുപോയി ബോംബോ മിസൈലോ അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. റഷ്യ പറയുന്നത് കോമ്പാക്ട് ഓപ്പറേഷനിലും മരിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു എന്നാണ്. അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വീരപരിവേഷം കൊടുക്കാൻ, ഞങ്ങൾ തോറ്റതല്ല എന്ന് വരുത്താനായിട്ട് ഒരാൾ യുദ്ധമുഖത്ത് വീരനാണ് എന്ന് അതിനുവേണ്ടി പറയുന്നതാകാം എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇയാൾ ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഇയാൾ ഉപമേധാവിയാകുന്നത് നേവിയുടെ. അതിനു മുമ്പ് കൂട്ടക്കൊല നടത്തിയപ്പോഴാണ് ഇയാളെ കമാൻഡറൊക്കെ ആക്കുന്നത്. ഇയാളുടെ യൂണിറ്റ് യുദ്ധത്തില് പൊതുവെ തല്ലിപ്പൊളി ആയിരുന്നു എന്നുള്ളതാണ് യുദ്ധ ചരിത്രത്തിൽ കാണുന്നത്. ഇയാള് മുമ്പ് ഈ യുദ്ധത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇയാളുടെ സേന എലൈറ്റ് സേന, വരേണ്യ സേന, നല്ല പേരുള്ള സേന, സൽപ്പേരൊക്കെ ഉള്ള പേരും പെരുമയും ഉള്ള സേനയൊക്കെ ആയിരുന്നു. പക്ഷെ ഇയാള് ഈ യുദ്ധകാലത്ത് ഇയാളുടെ ഈ 155ാം നേവൽ ഇൻഫൻട്രി ബ്രിഗേഡ് ബുച്ച, ഇർപിൻ, പാവ്കിർക്ക, വുഹ്ലേധാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് യുദ്ധക്കുറ്റങ്ങൾ, അതിക്രമങ്ങൾ ഒക്കെ ചെയ്ത് തോറ്റ് തുന്നമ്പാടി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ റഷ്യൻ ടെലഗ്രാം ചാനൽ MiG-41 എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, ടെലഗ്രാം ചാനല്. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ താവളത്തിൽ തന്നെ
ചാരനുണ്ടാകാൻ സാധ്യതയുണ്ട് യുക്രൈൻ്റെ. ആ അങ്ങനെയാണെങ്കിൽ വളരെ മോശമല്ലേ, അതെ അല്ലേ? പക്ഷേ ഈ യുദ്ധം നടത്തി ഒരുപാട് ക്ഷീണം വരുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് തോന്നില്ലേ ചില അതെ പട്ടാളക്കാർക്ക്? അപ്പോൾ താവളത്തിൽ ചാരൻ ഉണ്ടാകാം. കാരണം യുക്രൈൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് കയറി പണിതിട്ടുണ്ടാകാം റഷ്യയിൽ, നേരത്തെ ചെയ്തതുപോലെ. കാരണം ഈ വ്ളാഡിവോസ്റ്റോക്കിൽ, റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ ആ നഗരമുണ്ടായതിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷമുണ്ടായിരുന്നു. ഇപ്പോൾ നഗരദിനം കൊണ്ടാടി. അങ്ങനെ കൊണ്ടാടാനായിട്ട് ഈ പല നാവികരും അങ്ങോട്ട് ബുധനാഴ്ച പല സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും വിളിച്ചിരുന്നു. അവിടെ ഒരു കട്ട്, ഈ കഴിഞ്ഞ ബുധനാഴ്ച വ്ളാഡിവോസ്റ്റോക്കിൻ്റെ നഗരദിനമായിരുന്നു. അപ്പോൾ ആഘോഷം കൊണ്ടാടുമ്പോൾ പല നാവികരും അവരുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ചാരൻ ഉണ്ടായിരുന്നിരിക്കാം. അയാളായിരിക്കും ഇങ്ങനെ ഇയാളെ പറ്റിയിട്ടുള്ള ഈ ഗുഡ്കോവ് ഇന്നടത്തുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക എന്ന് ടെലഗ്രാം ചാനൽ പറയുന്നു. ഇയാളുടെ താവളത്തിൽ ഈ വീരപരിവേഷമുള്ള യുദ്ധ രംഗത്ത് മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇയാളുടെ താവളത്തിൽ 4 മിസൈലുകൾ വന്ന് പതിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടെ. വേറെയും ഓഫീസർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുർസ്കിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുർസ്ക് ഒരു പ്രധാനപ്പെട്ട അധിനിവേശ സ്ഥലമല്ലേ. കുർസ്കിലെ കൊറീനീവോ ഗ്രാമത്തിൻ്റെ അടുത്ത് താവളത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുന്നണിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. റഷ്യ യുക്രൈനിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന മുന്നണിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ. ഗുഡ്കോവിനൊപ്പം 10 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബ്രിഗേഡിൻ്റെ പുതിയ കമാൻഡറും, അതായത് ഗുഡ്കോവിൻ്റെ മുമ്പത്തെ പദവിയിലിരുന്ന ആളുണ്ടല്ലോ കമാൻഡർ, അയാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് 10 പേര്. അപ്പോൾ ആ കഴിഞ്ഞ ഡ്രോൺ ആക്രമണത്തിന് ശേഷമുള്ളൊരു പ്രധാനപ്പെട്ട മിസൈൽ ആക്രമണമാണ് യുക്രൈൻ്റെ ഈ നടന്നിരിക്കുന്നത് റഷ്യക്കെതിരെ. അപ്പോൾ കഴിഞ്ഞ വേനലിൽ 9 യുക്രൈൻ തടവുകാരെ കൊലപ്പെടുത്തിയിരുന്നു ഈ ഗുഡ്കോവിൻ്റെ സേന. POW എന്ന് പറയില്ലേ, പ്രിസണേഴ്സ് ഓഫ് വാർ. ജനീവ കൺവെൻഷൻ പ്രകാരം അവരെയൊക്കെ മര്യാദയ്ക്ക് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ യുദ്ധ തടവുകാരെ കൊന്നിരുന്നു കഴിഞ്ഞ വേനലിൽ ഇന്ന് റിപ്പോർട്ടുണ്ട്. 2022 യൂണിറ്റ് കീവ് കീഴടക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു ദൗത്യം, തോറ്റുപോയി. കീവ് എന്ന് പറഞ്ഞാൽ യുക്രൈൻ്റെ തലസ്ഥാനം, കീഴടക്കാൻ പറ്റിയില്ല. 2023 വുഹ്ലേധാർ അയച്ചിരുന്നു, അവിടെ തോറ്റ് പിൻവാങ്ങി. പിന്നെ കുർസ്കിൽ ആണിപ്പോൾ ഇയാളുടെ യൂണിറ്റിൻ്റെ ദൗത്യം ഗുഡ്കോവിൻ്റെ, അതിലും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ 10 റഷ്യൻ ജനറൽമാർ എന്ന് പറയുമ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ഓർ മേജർ ജനറൽ പദവിയിൽ വരുമല്ലോ, അങ്ങനത്തെ 10 മുതിർന്നവര്, സേനകളെ നയിക്കുന്നവര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലാണ് ഏറ്റവും ഒടുവിൽ ഇഗാർ കിറില്ലോവ്, കാറ അപകടത്തിൽ. അയാൾ കെമിക്കൽ ബയോളജിക്കൽ വാർഫെയറിന്റെ ചീഫായിരുന്നു റഷ്യയുടെ. ജൈവായുധം, രാസായുധം അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന മേധാവി ആയിരുന്നു അയാൾ. ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ ഈ കഴിഞ്ഞ ഏപ്രിലാണ്, അത് ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, കിറില്ലോവ് കൊല്ലപ്പെട്ടത്. സാർ, ഇപ്പോൾ ഈ ഗുഡ്കോവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു നേവിയുടെ ഉപമേധാവി എന്ന് പറയുന്നത് എത്രത്തോളം ഉയർന്ന പദവിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യുക്രൈൻ റഷ്യക്ക് ഒരു വലിയ ഷോക്കാണ് കൊടുത്തതെന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ? ഒരു സംശയമില്ല. അത് ഷോക്ക് എങ്ങനെയാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുന്നണിയിൽ കാലാൾപ്പട, ഈ ഇൻഫൻട്രി ബ്രിഗേഡ് എന്ന് പറയുമ്പോൾ കാലാൾപ്പട തന്നെയാണ്. പക്ഷെ പട്ടാളത്തിന്റെ അല്ല, നേവിയുടെയാണ് കാലാൾപ്പട. ഈ പറഞ്ഞു വരുമ്പോൾ നേവൽ ഇൻഫൻട്രി ബ്രിഗേഡ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പോലും സാധാരണ ഈ ജനറൽമാരെ ഏറ്റവും മുമ്പിൽ പോയിട്ട് വെടിയേറ്റ് മരിക്കാറൊന്നുമില്ല സാധാരണഗതിയിൽ. കരയുദ്ധത്തിലുമൊക്കെ അവര് ഈ നയിക്കാൻ വേണമല്ലോ ഓപ്പറേഷൻസിന്റെ ആസൂത്രണത്തിനുമൊക്കെ. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുഡ്കോവ് എവിടെയാണ് സുരക്ഷിതമായിട്ടുള്ളത് എന്ന ഇന്റലിജൻസ് ഈ യുക്രൈന് കിട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് പരാജയം. കാരണം ഇത് മറ്റേ
കുർസ്ക് എന്ന് പറയുന്നത് റഷ്യയുടെ അകത്തല്ലല്ലോ. അല്ല. അപ്പോൾ വേറൊരു സ്ഥലത്ത് താവളം അടിച്ചപ്പോഴും ആ താവളത്തിൻ്റെ അകത്തും ചാരൻ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതാണ് റഷ്യയുടെ താവളത്തിൻ്റെ അകത്ത് തന്നെ ചാരൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കപ്പലിൽ തന്നെ കള്ളൻ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ റഷ്യൻ താവളത്തിൻ്റെ അകത്ത് തന്നെ ചാരൻ വന്നിരിക്കുന്നു എന്നുള്ള മട്ടിൽ വലിയ പരാജയം, ഈ കൊല്ലത്തെ രണ്ടാമത്തെ വലിയ പരാജയമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഗുഡ്കോവിനെ അസാസിനെ വധിച്ചതോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.